സ്നേഹമുള്ളവരെ, ജനിച്ചതെല്ലാം മരിച്ചിട്ടുണ്ട്, മുളച്ചു വന്നതെല്ലാം അഴുകിപ്പോയിട്ടുമുണ്ട്, കെട്ടിപ്പടുത്തതെല്ലാം തകർന്നടിഞ്ഞിട്ടുമുണ്ട്. ജനനത്തിൽ തന്നെ മരണം ആരംഭിക്കുന്നുണ്ട്. മുളച്ചു വരുന്നിടത്ത് തന്നെയും അഴുകൽ ആരംഭിക്കുന്നുണ്ട്. കെട്ടിടങ്ങളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും സമൂഹങ്ങളാണെങ്കിലും പുറത്തുയർത്തപ്പെടുന്ന സമയത്ത് തന്നെ നാശത്തിനുള്ള വിത്തുകൾ കൂടെ ഉൾച്ചേർക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ജനനമൊക്കെ ആഘോഷിക്കാറുണ്ട്. ജനനത്തിൻ്റെ ദിവസങ്ങളും മുളച്ചു വരുന്നത് നമുക്കൊരാഘോഷമാണ്, സന്തോഷമാണ്. അതോടൊപ്പം തന്നെ കെട്ടിപ്പടുത്തപ്പെടുന്നതും നമുക്ക് ആഘോഷമാണ്. പക്ഷേ മരണം നമ്മൾ ആഘോഷിക്കാറില്ല, നാശം ആഘോഷിക്കാറില്ല, തകർന്നു വീഴുന്നത് നമ്മൾ ഒരിക്കലും ആചരിക്കാറുമില്ല. ഈ ലോകത്തിൽ പക്ഷേ ഒരേ ഒരാളുടെ മരണം ആഘോഷിക്കുന്നുണ്ട്, ഒരേ ഒരാളുടെ മാത്രം. ആ മരണത്തിൻ്റെ ആഘോഷത്തിലാണ് ഇന്ന് നമ്മൾ. ആചരണത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ആഘോഷം തന്നെ. അവന് തൻ്റെ മരണത്തിൻ്റെ സമയത്ത് കടന്നുപോയ വീഥികളും അവൻ തറയ്ക്കപ്പെട്ട കുരിശും അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ട സ്ഥലവും എല്ലാം വിശുദ്ധ സ്ഥലങ്ങളായിട്ട് മാറി. ഓരോ ദിവസവും അവൻ്റെ മരണം ആഘോഷിച്ച് അതിനു വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന എന്നുള്ള വലിയ നിധി ഉണ്ടായി. എന്തുകൊണ്ടാണ് അവൻ്റെ മാത്രം മരണം ആഘോഷിക്കപ്പെടുന്നത്? ലോകത്തിൽ മറ്റെല്ലാവരുടെയും മരണം ദുഃഖമുണ്ടാക്കുമ്പോൾ അവൻ്റെ മരണം ലോകത്തിലെ ഏറ്റവും ക്രൂരത നിറഞ്ഞ ഒരു മരണമായിരുന്നത് കൊണ്ടൊന്നുമല്ല. അതിനേക്കാളും ദാരുണമായിട്ട് കൊല്ലപ്പെട്ട എത്രയോ ആളുകളുണ്ട്. യേശുവിൻ്റെ കാലത്തുള്ള കുരിശുമരണം റോമാക്കാർ പരിഷ്കരിച്ച പേർഷ്യക്കാരുടെ കുരിശുമരണ രീതിയായിരുന്നു. പേർഷ്യക്കാരുടെ കുരിശുമരണ രീതിയിൽ കൈകളിൽ ആണി തറച്ച് കുരിശിൽ തൂക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. പാദങ്ങൾ താഴ്ന്നു കിടന്നിരുന്നു. എന്നാൽ റോമക്കാർ ഈ മരണം എളുപ്പമാകാൻ വേണ്ടി പാദങ്ങളിലൊരു പാതകവും കൂടെ വെച്ചു. ആ പാതകങ്ങളിലേക്കാണ് കുരിശ് ഇറക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി മരണം എളുപ്പമായിട്ട് തീർന്നു. പേർഷ്യക്കാരുടെ മരണത്തിൻ്റെ സമയത്ത് കൈകളിൽ തൂങ്ങിയാടുന്ന മൃതശരീരം ദിവസങ്ങളോളം 2 ദിവസം മുതൽ 7 ദിവസം വരെയും അവിടെ കിടന്നിരുന്നു. അങ്ങനെ വളരെ പതിയെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലപ്പെട്ടു. യേശുവിൻ്റെ കാലത്ത് എളുപ്പമുണ്ടായി. അതേപോലെ തന്നെ ഒരു ജീവിതകാലം മുഴുവനും വേദന അനുഭവിച്ച് കൊല്ലപ്പെടുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. ഹിറ്റ്ലറുടെ കാലത്ത് ഇരട്ടകളുടെ മുകളിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇരട്ടക്കുട്ടിയെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ജീവിതകാലം മുഴുവനും, അല്ലെങ്കിൽ അത് വിമോചിക്കപ്പെടുന്നിടം വരെയും വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ. ചില മെഡിക്കൽ സർജറി കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കറുത്തവർഗക്കാരായിട്ടുള്ള സ്ത്രീകളുടെ പച്ചയായിട്ടുള്ള ശരീരത്തെ കീറിമുറിച്ചു. അങ്ങനെ കീറിമുറിക്കാൻ വേണ്ടി മാസത്തിൽ 2-3 പ്രാവശ്യം കീറിയിടത്ത് തന്നെ വീണ്ടും കീറിമുറിച്ച് അങ്ങനെ പരീക്ഷണ വസ്തുവായി കൊല്ലപ്പെട്ട വർഷങ്ങൾ നീണ്ടുന്ന പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന മനുഷ്യരൊക്കെയുണ്ട്. ദാരുണമായിട്ടുള്ള കൊലപാതകങ്ങൾ. യേശുവിൻ്റെ മരണം ആഘോഷിക്കപ്പെടുന്നത് ദാരുണമായിട്ടുള്ള മരണം എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല. അതല്ല കാരണം. അവൻ്റേതൊരു നിരപരാധിയുടെ മരണം എന്നുള്ള തരത്തിലുമല്ല. എന്തുമാത്രം നിരപരാധികൾ ഈ ലോകത്തിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട്, ഒരു കാരണവുമില്ലാതെ നിരപരാധികൾ. അത് പോൾപോട്ട് ഒരുപക്ഷെ 1 കോടിയിലധികം ആളുകളെ കൊന്നു തള്ളിയാൾ. ജോസഫ് സ്റ്റാലിൻ, അങ്ങനെ നോക്കിയാൽ ഹിറ്റ്ലർ കൂടാതെ ഒരുപാട് ആളുകളുണ്ട് ഈ ലോകത്തിൽ. ഇവരൊക്കെ നിരപരാധികളെ കൊന്നു തള്ളിയെങ്കിൽ ഓട്ടോമാൻ തുർക്കികളൊക്കെ കൊന്നു തള്ളിയ ആ നിരപരാധികളുടെ ഒന്നും മരണം ആഘോഷിക്കപ്പെടാറില്ല, നിരപരാധികളായിരുന്നിട്ട് കൂടെ. യേശുവിൻ്റെ മരണം ആഘോഷിക്കപ്പെടുന്നത് അവൻ ധീരതയോടുകൂടെ കുരിശിൽ ചാർത്തപ്പെട്ടു എന്നുള്ളത് കൊണ്ടുമല്ല. അങ്ങനെ നോക്കിയാൽ ഏറ്റവും ധൈര്യപൂർവ്വം മരിച്ചതാരാ? ഒരുപക്ഷെ സോക്രട്ടീസ് ആണ്. അദ്ദേഹം തന്നെ കൊല്ലാനുള്ള വിഷം ചോദിച്ചു വാങ്ങിക്കുടിക്കുന്നത്. സദ്ദാം ഹുസൈൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് കഴുമരത്തിലേക്ക് പോകുന്നത്. ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ചരിത്രത്തിലെ മഹാരഥന്മാർ, രക്തസാക്ഷികളായിട്ടുള്ളവർ, അവരൊക്കെയും ധൈര്യപൂർവ്വം കൊല ചെയ്യപ്പെട്ടവരാണ്. അവരൊക്കെ ധൈര്യപൂർവ്വം കഴുമരത്തിലേക്ക് കയറിയവരാണ്. യേശുവിനേക്കാളും ക്രൂരമായിട്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ പലരും കൊല ചെയ്യപ്പെട്ടത്.
അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ധൈര്യപൂർവമാണ്, ചങ്കുറപ്പോടെയാണ് രക്തസാക്ഷികൾ അവർ കൊല്ലപ്പെടാൻ പോകുന്ന ആ സ്ഥലങ്ങളിലേക്കൊക്കെ നടന്നു നീങ്ങിയത്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ മരണം ആഘോഷിക്കാൻ കാരണം എന്താണ്? ഒന്നാമതായിട്ട് അതൊരു ദൈവത്തിൻ്റെ മരണമായിരുന്നു എന്നുള്ളത് കൊണ്ട്. മനുഷ്യൻ്റെ മരണമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ദൈവം തന്നെയാണ്. ഈ ദൈവം മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ് ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതിൽ തന്നെ അവരുടെ സ്നേഹം പൂർണ്ണമായിരുന്നുവെങ്കിൽ പോലും സ്നേഹിക്കണമെന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യനെ സ്നേഹിക്കണമെന്നുള്ളത് ഒരു ആവശ്യം പോലും ആയിരുന്നില്ല എങ്കിൽ പോലും ഇതാ ദൈവം തൻ്റെ സ്നേഹം കൊണ്ട് ദൈവം തന്നെ മനുഷ്യന് വേണ്ടിയിട്ട് മരിച്ചു എന്നുള്ളത് കൊണ്ടാണ് യേശുവിൻ്റെ മരണം മഹത്വപൂർണ്ണമാകുന്നത്. മാത്രവുമല്ല, ഈ മരണം എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് ബെന്യാമിൻ തൻ്റെ ആടുജീവിതത്തിൽ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ജീവിതങ്ങളൊക്കെ എനിക്ക് കെട്ടുകഥകളാണ്. ഒരുപാട് കൂടി മുന്നോട്ട് ചിന്തിച്ചാൽ മറ്റുള്ളവരുടെ ജീവിത കഥ പറയുമ്പോൾ ഞാൻ ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നത് അതെനിക്കൊരു കഥയായതുകൊണ്ടാണ്. എന്നാൽ മറ്റുള്ളവരുടെ ജീവിത കഥ പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഥയായതുകൊണ്ടാണ്. യേശുവിൻ്റെ മരണം ഞാൻ ആഘോഷിക്കാൻ കാരണം എൻ്റെ കഥയാണ് അത് എന്നുള്ളത് കൊണ്ട്. ആ മരണം മൂലമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ദൈവമായിരുന്നവൻ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ മരണം എന്നുള്ളത് കൊണ്ട്. മൂന്നാമതായിട്ട് അവൻ്റെ മരണം ആഘോഷിക്കപ്പെടാനായിട്ടുള്ള കാരണം ലോകത്തിലുള്ള സകല മരണങ്ങൾക്കും സകല സഹനങ്ങൾക്കും കുരിശിൽ നമുക്കൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് ആളുകൾ, നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടുവെങ്കിലും അവരുടെയൊന്നും മരണത്തിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടാനില്ല. പക്ഷേ ഞാൻ സഹിക്കുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യുമ്പോൾ ആ കുരിശിലേക്കൊന്ന് നോക്കിയാൽ എനിക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ ദൈവമാണല്ലോ എന്നുള്ള ചിന്തയിലും വിശ്വാസത്തിലും നോക്കുമ്പോൾ എൻ്റെ എല്ലാ സഹനങ്ങൾക്കും ആ കുരിശിലൊരു അർത്ഥമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ മരണം മഹത്വപൂർണ്ണമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ആ കുരിശിൽ അർത്ഥമുണ്ട് എന്നുള്ളത് മാത്രമല്ല, നാലാമതായിട്ട് ഏതൊരു കുരിശിലും ഒരു പ്രതീക്ഷ തരുന്നത് യേശുവിൻ്റെ മരണമാണ്. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇതാ ഒരു ഉയർപ്പ് ഞായറുണ്ട്. ഈ ഉയർപ്പ് ഞായറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ മരണത്തിൻ്റെ മഹത്വത. ഏത് സഹനത്തിലും ഏത് മരണത്തിലൂടെയും ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ കുരിശിൽ നിന്ന് എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്ക് അവൻ്റെ മരണം തരുന്നു എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളി എന്നുള്ളത് അർത്ഥപൂർണമായിട്ടുള്ള മരണം ആഘോഷിക്കുന്ന ദിവസമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം, നമുക്ക് പ്രതീക്ഷ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ദൈവം ഇതാ കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി. നമ്മുടെ എല്ലാ സഹനങ്ങൾക്കും മരണങ്ങൾക്കും അവൻ്റെ കുരിശിൽ ഉത്തരമുണ്ട് എന്നുള്ള ആ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടെ നമുക്ക് അവൻ്റെ മൃതശരീരം ചുംബിച്ച് പടിയിറങ്ങാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖ വെള്ളിയാഴ്ചയുടെ പ്രാർത്ഥനാശംസകൾ.